ദൈവത്തിന് സ്തുതി. ഒരു രൂപ പോലും സാമ്പത്തിക സഹായം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ 10,000-കണക്കിന് അനാഥ കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മാറിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് മുള്ളർ. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു അനാഥാലയമായിരുന്നു ആഷ്ലി ഡൗൺ. 2000 കുഞ്ഞുങ്ങൾക്ക് എറ്റേ ടൈമിൽ താമസിക്കാൻ പറ്റുന്ന അത്രയും വലിയ ഒരു അനാഥാലയമായിരുന്നു അത്. ആ അനാഥാലയത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ദൈവമാണ് അതിന്റെ നടത്തിപ്പുകാരൻ. ഒരു സഹായം പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടില്ല. പ്രാർത്ഥനയിലൂടെ ആയിരുന്നു ആ അനാഥാലയത്തിന്റെ നടത്തിപ്പും എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രധാന ഇൻസിഡന്റ് ആയിരുന്നു മിറാക്കിൾ ഓഫ് ബനാന. ജോർജ് മുള്ളറിന്റെ ഒരു പിറന്നാൾ ദിനത്തിൽ തന്റെ സഹപ്രവർത്തകരെല്ലാം കൂടെ കുഞ്ഞുങ്ങൾക്ക് കേക്കിനോടൊപ്പം തന്നെ ഒരു പഴം കൂടി കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു. ഒരു ബനാന പഴം എന്ന് പറയുമ്പോൾ നമുക്കതൊരു നിസ്സാരമായിട്ട് തോന്നിയേക്കാം. എന്നാൽ അന്ന് ഇംഗ്ലണ്ടിൽ അത് എക്സ്പെൻസീവ് ആയിരുന്നു. ആ നാട്ടിൽ കൃഷിയില്ലാത്ത ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് അതൊരു എക്സ്പെൻസീവ് ആണ്. അത് കുഞ്ഞുങ്ങൾക്കൊരു ട്രീറ്റ് പോലെയാണ് അവരത് കരുതിയിരുന്നത്. അവരുടെ സാമ്പത്തിക സ്ഥിതി ആലോചിച്ചപ്പോൾ അവർക്ക് ആകെ വേവലാതിയായി. അത് നടക്കുമോ ഇല്ലയോ എന്നൊരു ടെൻഷനായി. ആ സങ്കടത്തോടെ പ്രാർത്ഥിച്ച് അവരന്ന് രാത്രി കിടന്നുറങ്ങുന്നു. നെക്സ്റ്റ് ഡേ ആസ് യൂഷ്വൽ അവര് ഓഫീസ് തുറക്കാനായിട്ട് വരുമ്പോൾ വലിയൊരു വാഹനം ആ ഓഫീസിന് മുൻപിൽ നിൽക്കുകയാണ്. ആ വാഹനത്തിൽ നിന്ന് എക്സ്പോർട്ട് പാക്കേജ് പോലത്തെ വലിയ വലിയ ബോക്സുകൾ ഇറക്കുന്നു. ആ ബോക്സുകൾ നിറയെ പഴങ്ങളായിരുന്നു. ഒരു വ്യാപാരി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഏതൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പഴങ്ങളായിരുന്നു. പക്ഷെ തന്റെ ആ ബിസിനസ് അവിടെ നടക്കാത്തതുകൊണ്ട് ആ പഴങ്ങൾ മുഴുവൻ ഈ ജോർജ് മുള്ളറുടെ അനാഥാലയത്തിലേക്കായിട്ട് ആ വ്യാപാരി സമ്മാനിക്കുകയാണ്. 2000 പഴങ്ങൾ ആഗ്രഹിച്ച ആ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് 4000 പഴങ്ങൾ കൊടുക്കുന്ന ദൈവം. നീ നിനക്ക് മുൻപേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. മത്തായി 6:8. എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയർ 4:19 വചനമാണിത്. ഇതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത 3 വാക്കുകളാണുള്ളത്. എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെയും. എന്റെ ആവശ്യങ്ങൾ ചെറുതോ വലുതോ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്റെ ആവശ്യങ്ങളൊക്കെയും തിരുവചനം പറയുന്നേ. നിന്റെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ. ആരുടെ മഹത്വത്തോടെ? നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തോടെ. ഈ ആകാശത്തെയും ഭൂമിയെയും സ്വർഗത്തെയും കവിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ഒറ്റ വാക്കിനാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, ഒറ്റ വാക്കിനാൽ ഈ ഭൂമിയെയും ആകാശത്തെയും ഒക്കെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന്റെ സമ്പത്തിനൊത്ത വിധം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം. ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ആമേൻ.